ഓക്കെ, നമ്മളിപ്പോൾ ബാക്ക് ലിങ്ക് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ടൈപ്സ് ഓഫ് ലിങ്ക്സ് പറഞ്ഞു, ടൈപ്പ് ഓഫ് ബാക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ബാക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ വെബ്സൈറ്റിൻ്റെ DA നമ്മൾ നോക്കണം. പിന്നെ അതുപോലെ തന്നെ ആ വെബ്സൈറ്റിൻ്റെ സ്പാം സ്കോർ നമ്മൾ നോക്കണം. എന്ന് വെച്ചാൽ ഡൊമൈൻ അതോറിറ്റി നമ്മൾ നോക്കണം. ആ ഡൊമൈൻ അതോറിറ്റി നമ്മുടെ വെബ്സൈറ്റിനേക്കാൾ ഹൈ അല്ലേ നോക്കണം. അങ്ങനെ ഹൈ ആയ ഡൊമൈൻ അതോറിറ്റി ഉള്ള വെബ്സൈറ്റിൽ ലിങ്ക്സ് കിട്ടിയിട്ട് നമുക്ക് ബെനിഫിറ്റ് ഉള്ളൂ. ഇതിന് അതിൻ്റെ സ്പാം സ്കോർ നമുക്ക് നോക്കിയാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്പാമി വെബ്സൈറ്റിൽ നമ്മൾ കൊണ്ടുപോയി ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഒരു സ്പാം നമുക്കും നമ്മുടെ വെബ്സൈറ്റിലോട്ടും ആഡ് ആവും. എന്ന് വെച്ചാൽ ഒരു മാക്സിമം ഒരു 10 താഴെ അല്ലെങ്കിൽ ഒരു 5 താഴെയൊക്കെ സ്പാം സ്കോർ ഉള്ള വെബ്സൈറ്റ് മാത്രം ചൂസ് ചെയ്യാം നമ്മൾ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 15 അബോ അല്ലെങ്കിൽ 20 അബോ ഒന്നും ഒരിക്കലും നമ്മൾ എടുക്കരുത്. ആ ഒരു ടൈപ്പ് വെബ്സൈറ്റ് നമ്മൾ എടുക്കരുത്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ആ വെബ്സൈറ്റ് ഇൻഡെക്സബിൾ ആണോ നോക്കണം. എന്ന് വെച്ചാൽ അതിൽ മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ബ്ലോഗ് കാര്യങ്ങളെല്ലാം ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടോ, ഗൂഗിൾ ഇൻഡെക്സ് ചെയ്തിട്ട് നോക്കണം. അങ്ങനെ ഇൻഡെക്സബിൾ ആയിട്ടുള്ള ലിങ്ക് ഉള്ള വെബ്സൈറ്റ് കൊണ്ട് മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ഉള്ളൂ. കാരണം നമ്മൾ വെറുതെ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് അതിലിട്ടിട്ട് അത് ഇൻഡെക്സ് ആയിട്ടില്ല, അത് ക്രോൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഇല്ല. വെറുതെ ആ ഒരു ബ്ലോഗ് ആ ഒരു വെബ്സൈറ്റിൽ കിടന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്താ, അത് ആ ഒരു വെബ്സൈറ്റ് ഇൻഡെക്സബിൾ ആണോ, ഇൻഡെക്സ് ചെയ്യുന്ന വെബ്സൈറ്റ് ആണോ, അതുപോലെ തന്നെ അത് ക്രോൾ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം നമ്മളൊന്ന് മാനുവലായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ വെബ്സൈറ്റ് സെക്യൂർഡ് ആണോ നോക്കണം. എന്ന് വെച്ചാൽ HTTPS ഉണ്ടോ എന്ന് നോക്കണം. സെക്യൂർഡ് അല്ലാത്ത വെബ്സൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിലോട്ടൊരു അറ്റാക്ക് എന്ന് വെച്ചാൽ എന്തിൻ്റെങ്കിലും പേരിലൊരു ഇഷ്യൂ വരുമ്പോൾ അത് നമുക്ക് എഫക്ട് ചെയ്യും. അപ്പോൾ സെക്യൂർഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് മാത്രം നമ്മൾ ചൂസ് ചെയ്യാം നമ്മുടെ വെബ്സൈറ്റ് ബാക്ക് ലിങ്കിന് വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ആങ്കർ ടെക്സ്റ്റ് ആയിട്ടാണോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അതോ URL ആയിട്ടാണോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അതെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് വെച്ച് നോക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബ്ലോഗ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു ബാക്ക് ലിങ്ക് ചെയ്യുമ്പോഴും അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് അത് ചെക്ക് ചെയ്തിടുന്നതിന് മുമ്പേ ആൾക്കാർ ചെയ്ത ബാക്ക് ലിങ്ക് ചെക്ക് ചെയ്തിട്ടുള്ളൂ നമുക്ക് നമ്മുടെ ബാക്ക് ലിങ്ക് വളരെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അത് URL ആയിട്ടാണോ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ആങ്കർ ടെക്സ്റ്റ് ആയിട്ടാണോ ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെയുള്ള കാര്യമാണ് ആ വെബ്സൈറ്റ് ഡു ഫോളോ ആണോ അതോ നോ ഫോളോ ആണോ നോക്കേണ്ട കാര്യം. ഡു ഫോളോ ആയ വെബ്സൈറ്റ് എടുത്തിട്ടുള്ളൂ നമുക്ക് ബെനിഫിറ്റ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ചെയ്തിട്ടുള്ള ബ്ലോഗോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ബ്ലോഗിനും കാര്യങ്ങൾക്കും ഡു ഫോളോ ആയിട്ട് ലിങ്ക് കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഡു ഫോളോ ലിങ്ക് ആണോ പാസ് ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അത് നോ ഫോളോ ആണെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ നമ്മുടെ എഫേർട്ട് അതിന്റെ പുറത്ത് എടുക്കുന്നതിൽ ഒരു കാര്യമില്ല. ഇത്രയും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഒരു വെബ്സൈറ്റ് ബാക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ SEOയുടെ ബേസിക് തിങ്സ് ആണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം നമ്മളെല്ലാം കവറപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. ഇതുവരെ നിങ്ങൾക്ക് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്മൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഓൾ.